എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ 3 ചേരുവകളെ നമുക്കിതിന് ആവശ്യമുള്ളൂ. അധികം കേക്കൊന്നും ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കേക്കുകൾ ഉണ്ടാക്കിയാണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ചെയ്യാനുള്ളൊരു ഇത് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ എന്തായാലും ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ ഒരു പിക്ചേഴ്സൊക്കെ അയച്ചു തരണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ബിസ്ക്കറ്റുകളാണ്. അപ്പോൾ ഇങ്ങനത്തേന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 360 ഗ്രാമാണ് എടുക്കുന്നത്. അപ്പോൾ പാക്കറ്റിൻ്റെ ബാക്കിലുണ്ടാവും എത്ര ഗ്രാമാണ് നമ്മുടെ ആ ഒരു പാക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇതൊരു 150 ഗ്രാമാണെങ്കിൽ 2 എടുത്തു കഴിഞ്ഞാൽ അത് 300 ആവും. പിന്നെ മറ്റേ ഒരു പാക്കറ്റ് കൂടെ എടുക്കുക. അത് ക്രീമല്ല, സാധാരണ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏകദേശം അറിയാമല്ലോ, ഒരു പാക്കറ്റിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഗ്രാമിലും അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടുമല്ലോ. അപ്പോൾ 1-2 ബിസ്ക്കറ്റിലൊന്നും വ്യത്യാസം വന്ന പ്രശ്നമൊന്നുമില്ല. ഒരു 360 ഗ്രാം ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാം. ഈ ഒരു ബോർബോൺ ബിസ്ക്കറ്റിന് നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ്. അധികം ബിസ്ക്കറ്റിൻ്റെ മണമൊന്നും വരുന്നില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇതന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൈ വെച്ച് പൊതുക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് ഒരു ട്രിപ്പ് പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആകെ ഒരു ഗ്ലാസ് പാലിന് എടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ട് വേണ്ടി വന്നില്ല. അപ്പോൾ ഒഴിച്ചിട്ട് നോക്കിയാൽ മതി. ഒഴിച്ചിട്ട് ഒന്ന് തിരിക്കുക. അപ്പോൾ അതറിയാലോ, ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അങ്ങനെ നമുക്ക് മുഴുവൻ ബിസ്ക്കറ്റും ഇതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ ബിസ്ക്കറ്റും ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ 3ാമത്തെ ചേരുവ ചേർക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇനോ ആണ്. അപ്പോൾ ഇനോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഫ്രൂട്ട് സാൾട്ടാണിത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ സാധാരണ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു 2 പാക്കറ്റാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 5 ഗ്രാമിൻ്റെ ആയതുകൊണ്ടാണ് 2 പാക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇനോ ഫ്രൂട്ട് സാൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയിൽ വിനാഗിരി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിലാവുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇനോ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാവും. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരു തുള്ളി ഓയിൽ ഒഴിച്ചിട്ട് താഴെ ഒരു ബട്ടർ പേപ്പറും കൂടെ ഇട്ടിട്ട് ആദ്യം തന്നെ മാറ്റി വയ്ക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനത് വിട്ടുപോയോണ്ടാണ് ഇപ്പോൾ ചെയ്യണത്. ഓയിൽ തടവുന്ന സമയത്ത് ഒരുപാട് ഓയിൽ തടവരുത്. ആവശ്യത്തിന് മാത്രം ചെറുതായി മാത്രമേ തടവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കേക്ക് മൊരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ സൺഫ്ലവർ ഓയിൽ തടവിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ഒരു പേപ്പറിൽ ഓയിൽ തടവിയെടുത്താൽ ബട്ടർ പേപ്പർ ആവും. ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർ അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു സ്ക്വയർ വെച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഏത് പാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെക്കുക. നോൺ സ്റ്റിക്ക് പാൻ വേണമെങ്കിൽ അത് വെക്കാം. കുക്കറാണെങ്കിൽ അത്. ഞാനിപ്പോൾ ഒരു നന്നായിട്ട് ചൂട് കട്ടിയുള്ളൊരു ഇഡലി പാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് അത് ഒരു തട്ടുള്ളിൽ വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ വെക്കുന്ന പാത്രം എന്തായാലും നല്ല കനമുള്ളതാവണം, ചൂട് കട്ടിയുള്ളതാവണം കേട്ടോ. ഇനി ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 35 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ ചൂടൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് കുത്തി നോക്കുകയാണ്. കണ്ടില്ലേ, ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ കുറച്ചൊന്ന് വിണ്ടിട്ടുണ്ട്. അത് നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഇളക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. എനിക്ക് മിക്സ് ചെയ്യുമ്പോഴേ അങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഓവർ മിക്സ് ആക്കാണ്ട് നോക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളിലൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുകളിലത്തെ ഈ ഒരു ഭാഗം, പൊന്തി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ.
കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്നും ഇങ്ങനെ മറിച്ചിടാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക. എന്നിട്ട് അത് കുറച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചൂടുള്ള പാല് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിനു മുമ്പ് ഞാനിങ്ങനെ ക്രീം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ബിസ്ക്കറ്റ് മാത്രമാണ് മിക്സിയിലടിച്ച് ക്രീമാക്കുന്നത്. ആ ഒരു ചെറിയ പാക്കറ്റിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അത് പാലിൻ്റെ അളവൊക്കെ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറേശ്ശെ ചേർത്തിട്ട് ഒരു 1/2 ഗ്ലാസ്സിൽ താഴെയായിട്ട് ആവശ്യം വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ക്രീമും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 2-3 ഡ്രോപ്പ് പാല് ഇതിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്രീം പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇങ്ങനെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പാൽ അതിനനുസരിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ നല്ലതാണ്. ഒന്ന് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ക്രീമും ഒന്ന് ആക്കി കൊടുത്തിട്ട് ചെറിയും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ടെക്സ്ചറിലുള്ള നല്ലൊരു കേക്കാണ്. ഒട്ടും തന്നെ കയ്പ്പരസൊന്നുമില്ല ഈ ഒരു കേക്കിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൊക്കോ പൗഡർ ഒന്നും വീട്ടിലില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബേക്കിംഗ് സോഡ വെച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഉൾഭാഗം കൂടി നോക്കിക്കോളൂ. കണ്ടോ, എല്ലാ ഭാഗവും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1.5 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. നാളെ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹായ് പറയാനൊക്കെ ഒരുപാട് പേര് എല്ലാ വീഡിയോസിനും താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാനൊരു ഹായ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കുക. ഇനി അതിൽ വിട്ടുപോയ എല്ലാ കൂട്ടുകാർക്കുള്ള ഹായ് ഞാൻ അടുത്ത സൺഡേ പറയുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പരിഭവം ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അടുത്ത സൺഡേ എന്തായാലും ഞാൻ ഉൾപ്പെടുത്താം. ഇനി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്നവരൊക്കെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാം. നിങ്ങൾക്കെല്ലാം തന്നെ ഹെൽപ്ഫുൾ ആവും. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്